ഇപ്പോൾ നമ്മുടെ മുഖം ആകെ സന്താനൊക്കെ അടിച്ച് ഭയങ്കര പ്രശ്നമായിട്ടിരിക്കല്ലേ. അപ്പോൾ എൻ്റെ മുഖം ഭയങ്കര സന്താനം അടിച്ചൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ച് എന്തെങ്കിലും നോക്കാം, നാച്ചുറലായിട്ട് എന്തെങ്കിലും നോക്കാം. ഈ സൺസ്ക്രീൻ ഒക്കെ ഉപയോഗിച്ചിട്ട് എനിക്ക് സൺസ്ക്രീൻ ഒന്നും ഉപയോഗിച്ചിട്ട് ഞാൻ അങ്ങനെ ഉപയോഗിക്കാറില്ല. അപ്പോൾ ഞാൻ ഇതുപോലെ നാച്ചുറലായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് കൂടുതലും ചെയ്യാറ്. അപ്പോൾ ഈ ഇടയ്ക്ക് ഞാൻ യൂട്യൂബിൽ കണ്ടൊരു വീഡിയോ ആണ്. ഇത് നിങ്ങൾ വിചാരിക്കും ഇത് അലവേര ജെല്ലാണെന്ന്. ഇത് അലവേര ജെല്ലൊന്നും അല്ല, ഇത് ആൽമണ്ട് ഗമ്മാണ്. നമുക്കിപ്പം മീഷോയ്ക്കകത്ത് ഓൺലൈനായിട്ട് ഇപ്പോൾ കിട്ടും. ഞാൻ അതിനകത്താണ് വാങ്ങിച്ചത് ആൽമണ്ട് ഗം. ഇത് നമ്മൾ പനക്കൽക്കണ്ടം പോലെ കുഞ്ഞു പിള്ളേർക്കുള്ള ഷുഗർ ഉണ്ടല്ലോ, പനക്കൽക്കണ്ടം അതുപോലെയാണ് ഇതിരിക്കുക. ഇത് നമ്മൾ വെള്ളത്തിലിടുമ്പോഴത്തേന് നന്നായിട്ട് ജെല്ലി പോലെ ആകും. അല്ലെങ്കിൽ ആൽമണ്ട് ഗം 3-4 മണിക്കൂർ നമ്മൾ വെള്ളത്തിലിട്ട് സോക്ക് ചെയ്ത് വെക്കുക. അപ്പോഴത്തേന് ഇത് ജെല്ലി പോലെ ആകുമേ. ആ ജെല്ലി പോലെ ആയിട്ട് ഇരിക്കുമ്പോഴത്തേന് നമ്മൾ ഈ ശംഖുപുഷ്പത്തിൻ്റെ ആ പൂവ് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് നല്ല കുറുക്കി എടുക്കണം കേട്ടോ. കുറുക്കി ആ ഒരു വെള്ളമൊക്കെ കഴിച്ചൊരു കുറുക്കി ഒരു പേസ്റ്റ് പോലെ ആക്കാം. അതിന് ശേഷം അത് നന്നായിട്ട് ആറി വരുമ്പോഴത്തേന് ഈ ആൽമണ്ട് ഗമ്മിൻ്റെ ജെല്ലും ഈ ശംഖുപുഷ്പവും കൂടെ നമ്മൾ മിക്സിയിലിട്ട് അടിക്കാം. മിക്സിയിലിട്ടിട്ട് അടിക്കുമ്പോൾ പേസ്റ്റ് പോലെ. അപ്പോൾ അതിനകത്ത് നമ്മൾ വിറ്റാമിൻ ഇ ഒരു 3-4 ടാബ്ലറ്റ് എടുത്തു. അതിനകത്ത് വിറ്റാമിൻ ഇ കൂടെ ചേർക്കുക. അപ്പോഴത്തേന് ഒന്നും കൂടെ മിക്സ് ചെയ്യുമ്പോൾ നല്ല പേസ്റ്റ് പോലെ ആകും കേട്ടോ. നമ്മൾ ജെല്ല് പോലെ അലവേറ ജെല്ല് നമ്മൾ മിക്സിയിലിട്ട് അടിക്കത്തില്ലേ, അതിനേക്കാളും നല്ല ജെല്ലാവും. എന്നിട്ട് നമ്മുടെ മുഖത്ത് നന്നായിട്ട് തേക്കുക. നല്ല സൂപ്പറാണ് കേട്ടോ. എൻ്റെ മുഖം നല്ല ഇത് തേക്കുമ്പോഴത്തേന് നല്ല നമ്മുടെ മുഖം നല്ല ഹൈഡ്രേറ്റ് ആവാൻ നല്ല കൂളാവും. പിന്നെ നമ്മളത് ഇത് ഉണങ്ങി കഴിയുമ്പോഴത്തേന് നമ്മൾ വെള്ളം ഒഴിച്ച് കഴിയുമ്പോഴത്തേന് കുറച്ചും കൂടെ നമ്മുടെ മുഖം നല്ല ഫ്രഷ് ആവുന്ന രീതിയാണ്. അപ്പോൾ ഇത് നമ്മൾ തുടർച്ചയായിട്ട് ചെയ്യുവാണെങ്കിൽ നമ്മുടെ മുഖത്തിന് അത്രയും ഹൈഡ്രേറ്റ് എന്ന് പറയുമ്പോൾ അത്രയും നല്ലതല്ലേ. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് യൂസ് ചെയ്യുക, സൂപ്പറാണ് കേട്ടോ. ഇപ്പോൾ ഇതൊരു നാച്ചുറൽ പ്രോഡക്റ്റാണ്, ഇതിനകത്ത് വേറെ കെമിക്കലായിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ അത് സൂപ്പറാണ്. അപ്പോൾ നിങ്ങൾ ഇതെല്ലാം ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇതൊരു 5-6 മിനിറ്റ് ഒക്കെ ആകുമ്പോൾ നമ്മുടെ മുഖത്തിന് ട്രൈ ആവും, നന്നായിട്ട് ഒട്ടിപ്പിടിക്കുക. അപ്പോൾ നമ്മൾ മുഖം നന്നായിട്ട് വാഷ് ചെയ്യുക. വാഷ് ചെയ്യാൻ കുറച്ച് പാടാണ്, നന്നായിട്ട് ഇങ്ങനെ വാഷ് ചെയ്യാൻ ജെല്ലി ഫോമല്ലേ. അപ്പോൾ നന്നായിട്ട് വാഷ് ചെയ്യുക. അപ്പോൾ നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഞാൻ പിന്നെ ഐസ് ഇട്ട് ഒന്നും കൂടി ഇട്ട് മുഖത്ത് ഇങ്ങനെ ഇട്ടൊന്ന് തേക്കും. അപ്പോൾ നല്ല ഒന്നും കൂടെ കൂളാവും, ഒന്നും കൂടെ മുഖം നന്നായിട്ട് സോഫ്റ്റ് ആകും, നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള ഒരു ഇത് കിട്ടും. അപ്പോൾ നിങ്ങൾ ഇതും കൂടെ ട്രൈ ചെയ്ത് നോക്കട്ടെ, സൂപ്പറാണ്. നമ്മൾ ഇത് രാത്രി ഒന്ന് കിടക്കാൻ നേരം ആകുമ്പോഴത്തേനും ചെയ്യാം. നമ്മുടെ കണ്ണിലൊക്കെ ഐസൊക്കെ വെക്കുമ്പോഴത്തേനും ആ ഒരു ഫ്രഷ് ആയിട്ടുള്ള ആ ഒരു ഇത് കിട്ടും. അപ്പോൾ ഇത് രാത്രിയിലാണ് ഇത് ചെയ്യേണ്ടത്. അപ്പോൾ നല്ല ഇതാണ്. ഇതിനെപ്പറ്റി കൂടുതൽ അറിയണമെങ്കിൽ എനിക്ക് താഴെ ലിങ്ക് എന്ന് കമൻറ്റ് ചെയ്താൽ മതിയേ, ഞാൻ മെസ്സേജ് ഇട്ടേക്കാം.